വെൽക്കം ടു ആലീസ് വേൾഡ്. ഞാൻ ശിശുദിന പ്രസംഗവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം. Let's go to the video. സദസ്സിന് നമസ്കാരം. ഇന്ന് നവംബർ 14, ശിശുദിനം. ശിശുദിനം എന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് നാളെ വിരിയാനുള്ള പൂവ് ഇന്നത്തെ വിത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന മഹത് വചനമാണ്. നമ്മളുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. എന്തിനാണ് ആ ദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത് നിങ്ങൾക്കറിയുമോ? അദ്ദേഹത്തിന് കുട്ടികളെ നല്ല ഇഷ്ടമായിരുന്നു. കുട്ടികൾക്ക് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടത്തോടെ വിളിക്കുന്നത് ചാച്ചാജി എന്നായിരുന്നു. അദ്ദേഹം കുട്ടികളെ ദൈവത്തെ ദർശിച്ചിരുന്നു. ശിശുദിനം റാലികൾ മത്സരങ്ങൾ എല്ലാം നടത്താറുണ്ട്. എന്നാൽ ഈ വർഷം അതിനെല്ലാം പരിമിതികളുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ശിശുക്ഷേമത്തിന് വേണ്ടി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങൾ കുട്ടികൾ എത്രത്തോളം ഈ സമൂഹത്തിൽ സുരക്ഷിതമാണ്? അതെ, നിത്യേന നാം കേൾക്കുന്നത് വളരെ ദുഃഖകരമായ വാർത്തകളാണ്. മാതാപിതാക്കളായും ബന്ധുക്കളാലും മറ്റു വ്യക്തികളാലും ചൂഷണം ചെയ്തു പെടുന്ന എത്രയോ കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഇതിനെതിരെ ശക്തനായ നിയമം വരുകയും അത് ശക്തമായി കൊണ്ട് നടപ്പാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലൂടെ മാനവരാശിയുടെ ഭാവിയാണ് സംരക്ഷിക്കപ്പെടുന്നത്. എല്ലാവർക്കും നല്ലൊരു ശിശുദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.